തെറ്റായ പിന്നെ ഒരു വൃത്തികെട്ട കണ്ണു വെച്ച് കാണണമെന്നാണ് നമ്മുടെ മക്കളല്ലേ കൊച്ചു പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഡാൻസ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ വേറെ രൂപത്തിലത് കാണുന്ന വെച്ചാൽ അത് വൃത്തികെട്ട കണ്ണിൻ്റെ പിന്നെ ഒരു ഗൾഫ് രാജ്യങ്ങളിൽ വെച്ച് നോക്കിയാൽ അവിടെ ടൂറിസ്റ്റുകൾ വന്നിറങ്ങുന്ന വേഷം കാണല്ലോ. നിങ്ങളെല്ലാം പോയിട്ടുള്ളതല്ലേ. ഞാൻ പറഞ്ഞല്ലോ, അവരൊക്കെ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അവരിട്ട് സംസാരിക്കുക. പിന്നെ ഇത് രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടും. ഈ ലഘുവസ്ത്രത്തെ പറ്റിയൊക്കെ എന്തിനും ചിന്തിക്കാമെന്ന് ആവശ്യമില്ല. അതിനൊരിക്കലും പറ്റീഷൻ തന്നിട്ടില്ല. പത്രങ്ങളിൽ ടി വിയിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് സ്വീകരിക്കാൻ തന്നെ കാരണം വെച്ചാൽ നിങ്ങളോടുള്ള ഒരു ജനപ്രതിനിധി എന്നുള്ള എൻ്റെ കടപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം അല്ലാതെ ഇത് സ്വീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളെല്ലാവരും വന്ന് വരികയും പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് എല്ലാ ജില്ലയിൽ നിന്നും വിളിച്ച് ഇതിനൊരു റിയാക്ഷൻ കൊടുക്കണം എന്ന് പറയുകയൊക്കെ ചെയ്യുന്നതാണ്. ഒരാഴ്ച കൊണ്ടാണ് 1250 കുട്ടികൾ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ചന്ദ്രശേഖരൻ നർസിംഗ് അതിൽ ഞങ്ങൾ ആരുടെയും ജാതി നോക്കിയിട്ടില്ല, മതം നോക്കിയിട്ടില്ല. അതിൽ ഒരു കുട്ടി പോലും ലഘുവസ്ത്രം ധരിച്ചാലും ഞങ്ങൾ കണ്ടിട്ടുമില്ല. ഈ ലഘുവസ്ത്രത്തെ പറ്റിയൊക്കെ എന്തിനും ചിന്തിക്കാമെന്ന് ആവശ്യമില്ല. പറഞ്ഞേക്കും. ഈ ലഘുവസ്ത്രങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് വലിയ മത പണ്ഡിതന്മാരും സംഘടനാ നേതാക്കളൊക്കെ തന്നെയാണ് ഇത് പറയുന്നത്. അല്ല, അവരെന്തുകൊണ്ടങ്ങനെ പറഞ്ഞു അറിയില്ല. അവർക്കെല്ലാം അറിയാം. കാലത്തിനനുസരിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ വെച്ച് നോക്കിയാൽ അവിടെ ടൂറിസ്റ്റുകൾ വന്നിറങ്ങുന്ന വേഷം കാണാനല്ലോ. നിങ്ങളെല്ലാം പോയിട്ടുള്ളതല്ലേ. രാഷ്ട്രീയ പാർട്ടികളും പോലെ സംഘടനകളും സംഘടനകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അവരൊക്കെ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അവരിട്ട് സംസാരിക്കുക. പിന്നെ ഇത് രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടും. ഒരു സ്കൂളുകളിലും മാൻഡേറ്റ് കൊടുത്തിട്ടില്ല. ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതാണെന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പങ്കെടുക്കുന്ന കുട്ടികൾക്ക് പങ്കെടുക്കാം. ഏതെങ്കിലും കുട്ടിക്ക് വ്യക്തിപരമായ കാരണങ്ങളാൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ കാര്യം പിന്നെ സ്കൂളിനെ അറിയിച്ചാൽ മാത്രം. ഒരു നിർബന്ധമില്ല. ഞാനിവിടെ നേരത്തെ പറഞ്ഞല്ലോ, അത്രയും കാര്യങ്ങൾ ഒരു കുട്ടിക്ക് പിന്നെ വ്യക്തിപരമായും മാനസികപരമായും ശാരീരികപരമായും ഒക്കെ ഉണ്ടാകുന്ന ഒരു നേട്ടത്തെ പിന്നെ തകർത്താലേ മതിയാകൂ എന്ന് പറഞ്ഞ് ഒരു കൂട്ടർ ഇറങ്ങിയിരിക്കുന്നു. അത് അവർക്ക് തന്നെ നഷ്ടപ്പെടും.